പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരും അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാരൊക്കെ കോടതിയിൽ വായിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്, തലയോട്ടിൽ സിസ്റ്ററുകൾ കാണിക്കുന്നുണ്ട്, ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അരസസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസനത്താരെ, ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. വചനത്തിൻ്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഫെബ്രുവരി 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അപ്പം പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹത്തിന് 5:12 വയസ്സ് ഫെബ്രുവരി. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ടാണ്. കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോഴല്ല, അതാണ് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ്. അതാണ് കട്ടിയുള്ള ഭക്ഷണം. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലമാകത്തുള്ളൂ. അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്, ഒരു കാഴ്ച ബംഗ്ലാവാണ്. കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ട, ഐസുണ്ടയുടെ അകത്തൊരു ഇറച്ചി ഇരിപ്പുണ്ട്. ഒരു ഹിമക്കരടിനെ ആ കാഴ്ച ബംഗ്ലാവ് വളർത്തുന്നുണ്ട്. ഹിമക്കരടി ഈ ഐസുണ്ട ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും, ഈ ഇറച്ചി എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കമൻട്രി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹിമക്കരടികൾ ധ്രുവപ്രദേശത്തല്ല ഉള്ളത്. അപ്പോൾ ഈ ധ്രുവത്തിലിങ്ങനെ മഞ്ഞുമൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത്. മഞ്ഞുരുകി വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഉറച്ചു പോകില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് പെട്ട ജീവികളെ, മീനും ഉണ്ടാവും അതുപോലെ, മത്സ്യങ്ങളും. അപ്പോൾ ഹിമക്കരടി എന്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാന്റ്സിലൊക്കെ, അവൻ 2 മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസായിട്ടിടിക്കും, തല കൊണ്ടിടിക്കും, മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടി ഇടിച്ച് ഐസ് പൊട്ടിക്കും. ഐസ് പൊട്ടിച്ചിട്ടാണ് ഇരുന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത്. ഈ ഹിമക്കരടിനെ കൊണ്ട് കാഴ്ച ബംഗ്ലാവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ സിംഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എറിഞ്ഞു കൊടുത്താൽ 6 മാസം കഴിയുമ്പോൾ ഈ ഹിമക്കരടി ചത്തുപോകും. കാര്യം എന്താണ്? അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സസൈസ് കിട്ടത്തില്ല. അത് കാരണം സയൻറ്റിസ്റ്റുകൾ ഹിമക്കരടിയെ കാഴ്ചവെക്ക് കൊടുക്കുമ്പോൾ ഇവൻ എങ്ങനെയാണ് ധ്രുവപ്രദേശത്ത് ഇറച്ചി കഴിച്ചത്, അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസുണ്ടയൊക്കെയാണ് കൊടുക്കുന്നത്. അത് ഇടിച്ച് പൊട്ടിച്ച് 10 മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് ഇതിൻ്റെ ഇറച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ല, നമ്മൾ തളർന്ന് കുടിച്ച് മടങ്ങിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്. ക്യാപ്സ്യൂൾ കാറ്റീസം ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ നിങ്ങൾ മുതിർന്നതനുസരിച്ച് ഇതുപോലുള്ള വചനങ്ങൾ കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണമാണ്, ഞങ്ങൾക്ക് വീട്ടിൽ ജപമാല ഉണ്ട് എന്ന് പറഞ്ഞ് മസ്തി പിടിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ അവനൊരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരുത്ത് നേടിയിട്ടുണ്ട്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പല കാര്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പേരിലാണ് ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്ന് മുതലേ ഉള്ളതാണ്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കണതാണ് കർത്താവ്.
അപ്പോൾ അതൊക്കെ എന്തിനാ സഭ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഹിമക്കരടി ഇടിച്ചറച്ച് അതിൻ്റെ ഇരയെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത് നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ്, നിങ്ങളെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത്. കന്യാസിമാരെ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ആത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ്, നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി വരാൻ പോകുന്നതിനേക്കാൾ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ്. ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നുള്ള ജപ്സിംഗിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ജപസിംഗ്. ഞാൻ തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്ട് അരിമന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബമായി നിന്നാണ് ഇവർ സാക്ഷ്യം പറയുന്നത്. കുടുംബമായി നിന്ന് സാക്ഷ്യം പറയുക മാത്രമല്ല, ആദ്യം ജപ്സിംഗിൻ്റെ ഭാര്യ വിജിലയാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഇവർ ഈ ജപ്സിംഗ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭാര്യയാണ് ഉടമ്പടി എടുത്തതെങ്കിലും ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ ഒരു മരിയൻ ഉടമ്പടി ജീവിതയാത്ര ആരംഭിക്കുന്നത്. ദൈവപിതാവ് ഈ കുടുംബത്തിന്മേൽ മരിയൻ ഉടമ്പടി എടുത്തെന്നുള്ള യോഗ്യതയാൽ പ്രസാദിച്ചു എന്ന് വെളിവാക്കുന്ന ശക്തമായ അടയാളങ്ങളാണ് തുടർന്ന് ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 4-ാം തീയതിയാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ 33 വർഷം കൊണ്ടുള്ള മൈഗ്രെയിനും ഈ സൈനസിൻ്റെ പ്രോബ്ലവും കൂടെ. അതിനു മുമ്പ് ജപ്സിംഗ് പറയുന്നത് പ്രകാരമാണ്, എൻ്റെ ഭാര്യ ഈ കൃപാസനത്തിലെ കൊറോണ ടൈമിലാണ് ഈ കൃപാസനത്തിലെ ശുശ്രൂഷകളിലൂടെ കൃപാസനത്തെ പറ്റി ആഴത്തിൽ അറിയുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ലോകം മുഴുവനും ലോക്ക്ഡൗണായി അടഞ്ഞു കിടന്നപ്പോൾ കൃപാസനം ഇവിടെ ഓപ്പൺ ആയിരുന്നു. ദൈവമാതാവിൻ്റെ വലിയ കൃപകൾ ദൈവജനത്തിന് സ്വന്തമാക്കുവാൻ ഓൺലൈൻ ഉടമ്പടിയിലൂടെ, ഗൂഗിൾ മീറ്റിലൂടെ, ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെ എല്ലാം ഒത്തിരിയേറെ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ 24 മണിക്കൂറും നമ്മൾ ദൈവജനത്തെ സന്ധിച്ചിരുന്നു. ഇപ്രകാരം ഓൺലൈൻ ശുശ്രൂഷകൾ കൊറോണ കാലത്ത് കണ്ടപ്പോഴാണ് ഈ കുടുംബം കൃപാസനത്തെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജപ്സിംഗ് പറയുന്ന പ്രകാരമാണ്, എൻ്റെ ഭാര്യയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മൾ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഈ ഒരു കാശിരൂപം. ഇത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത്, മരിയൻ ഉടമ്പടി എടുക്കുന്നവരുടെ ആധാരമാണ് ഈ ഒരു കാശിരൂപം എന്നാണ്. അപ്പോൾ ഈ വൈഫ് വിശ്വസിച്ച ഒരു കാര്യമാണ് ഭർത്താവ് പറയുന്നത്. ഈ ഒരു കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി കാശിരൂപം കയ്യിൽ കിട്ടിയാൽ മാത്രം മതി, ഒന്ന് സ്പർശിച്ചാൽ മതി, എൻ്റെ ഭർത്താവിൻ്റെ അസുഖം പൂർണ്ണമായി സുഖപ്പെടുമെന്ന് ഈ ഭാര്യ വിശ്വസിച്ചു. എൻ്റെ വൈഫിൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അവർക്ക് എങ്ങനെയായാലും ഉടമ്പടി കാശരൂപം കയ്യിലാക്കി കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടും എന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം. കൃപാസനം എന്നൊരു വലിയ ആലയത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവപിതാവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ ഇടത്തിലേക്ക് ഈ മകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ ഒത്തിരി ദൂരം സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ. അപ്പോൾ പല ഘടകങ്ങളും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ വിശ്വാസം ശക്തമായത് കാരണം ഇവർ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വൈഫിനാണ് ആ വിശ്വാസത്തിൻ്റെ ആ ഒരു
തീനാളം കിട്ടിയത്. ആദ്യം ഭർത്താവ് ഒരുങ്ങിയൊക്കെ നിന്നപ്പോൾ വീണ്ടും തടസ്സം പറയുന്നുണ്ട്, ഇനി അടുത്ത ആഴ്ച പോകാമെന്നൊക്കെ. പക്ഷേ ഈ വൈഫ് പറയുന്നുണ്ട് നമുക്ക് ഇന്ന് തന്നെ പോകാം. അങ്ങനെ അവർ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നു. വൈഫ് ഉടമ്പടി എടുക്കാൻ പോകുന്നു. ഇപ്പോൾ ഈ മകൻ പറയുന്ന പ്രകാരമാണ്, ജപ്സിംഗ് പറയുന്ന പ്രകാരമാണ്, 33 കൊല്ലമായിട്ട് ഞാൻ സൈനസൈറ്റിസ് എന്ന വലിയ അസുഖത്തിന് ഒത്തിരിയേറെ മരുന്നുകൾ കഴിച്ചു, ഇനി കഴിക്കാൻ മരുന്നുകൾ ബാക്കിയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി നോക്കുമ്പം എന്തൊക്കെ കഷായം, ആശുപത്രിയിൽ പിന്നെ ഹോമിയോപ്പതി ആണെങ്കിൽ 4 കൊല്ലം, അലോപ്പതി ആണെങ്കിൽ ENT ഡോക്ടറെ കണ്ടിട്ട് സ്പ്രേ അടിക്കൽ, ഇങ്ങനെയൊക്കെ ഭയങ്കര നടന്നുകൊണ്ടിരുന്നു. ആയുർവേദം ആണെങ്കിൽ പിന്നെ മണപ്പിക്കൽ, അങ്ങനെ ആവി പിടിക്കൽ, ഇതൊക്കെ അവർ പറയുന്ന സംഭവമല്ല. യൂട്യൂബ് നോക്കിയിട്ട് അത് സംഭവം വേറെ. ഈ അടുക്കള അലമാരി മൊത്തം ഇവൾ കഷായം ഇടുന്ന ഈ സാധനങ്ങളേ ഉള്ളൂ. കഷായം ഇട്ടിട്ട് ഇവൾ തളർന്നു. അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഇതിനൊരു ഉത്തരമില്ല എന്നുള്ളൊരു ചിന്തയെ കരുതി ഇവർ ആ ഫയൽ ക്ലോസ് ചെയ്തതാണ്. ഇവിടെയാണ് ഇവർ കൃപാസനത്തിലൂടെ കടന്നു വന്ന് ഉടമ്പടി എടുക്കുന്നത്. വൈഫ് മോളിൽ ഉടമ്പടി എടുക്കാൻ പോകുന്നു. ഇത് കൂടാതെ തന്നെ ഈ ജപ്സിങ്ങിന് സൈനസൈറ്റിസ് കൂടാതെ തന്നെ അൾസറിൻ്റെ അസുഖമുണ്ട്, ഗ്യാസിൻ്റെ അസുഖമുണ്ട്, മൈഗ്രെയിൻ്റെ അസുഖമുണ്ട്. ഇപ്പോൾ വൈഫ് ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ദൈവമാതാവ് ആദ്യത്തെ സൗഖ്യം ഈ മകന് കൊടുക്കുകയാണ്. ഞങ്ങളന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഇവളാണെങ്കിൽ ഉടമ്പടി ക്ലാസ്സിന് പോയി, ഞാൻ ഇവിടെ ഇരിക്കുകയും ചെയ്തു. ആദ്യം വരുന്നതായതുകൊണ്ട് പുറത്ത് എങ്ങനെ ഫുഡുണ്ടോ അത് ഇതൊന്നും നോക്കില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 12:30-1 മണി വരെ ആയി ഉടമ്പടി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പം അതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല, ഒരു ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് വിശപ്പുമില്ല. അന്ന് മുതൽ എൻ്റെ അൾസറെ കാണാനില്ല. അല്പസമയം ഒന്ന് വിശന്നിരുന്നാൽ അൾസറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഗ്യാസ് ഒന്ന് നിറയും, ഒത്തിരിയേറെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മകന് ആ സമയം തന്നെ, വൈഫ് ഉടമ്പടി എടുത്ത ആ സമയം തന്നെ സമ്പൂർണ്ണ സൗഖ്യം ഈ അൾസർ ഗ്യാസ് അസുഖങ്ങളിൽ നിന്ന് ഈ മകന് കിട്ടുകയാണ്. തുടർന്ന് 5-ാം ദിവസം തന്നെ മൈഗ്രെയിൻ എന്ന അസുഖവും സമ്പൂർണ്ണ സൗഖ്യം കിട്ടുന്നുണ്ട്, അസുഖത്തിൽ നിന്ന് മുക്തി കിട്ടുന്നുണ്ട്. തുടർന്ന് ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് 33 വർഷമായിട്ടുള്ള ഈ സൈനസൈറ്റിസ് എന്ന അസുഖമാണ്. അവസാനം ഡോക്ടേഴ്സ്, അലോപ്പതി ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു പൂർണ്ണ മോചനം കിട്ടും. പക്ഷേ സർജറിക്ക് ലക്ഷങ്ങൾ വേണ്ടിവരും. ഇനി സർജറി ചെയ്താൽ തന്നെയും ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കിംസ്, വെല്ലൂര് പോലെയുള്ള വലിയ വലിയ ആശുപത്രി പോയിട്ട് വേണം ഇത് ചെയ്യാൻ. പക്ഷേ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു കൂലി തൊഴിലാളിയാണ്. പിന്നെ ഇതിന് വലിയ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. കിംസിലല്ലെങ്കിൽ വെല്ലൂര്, അവിടെ പോകാൻ ആ പഠിച്ച കൊട്ടാനും നമ്മളെ കൊണ്ട് കഴിയത്തില്ല, അതുപോലെ പൈസ ചിലവുമെന്ന്. ഇവിടെ ആണെങ്കിൽ കൂലിപ്പണി ടാപ്പിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്നും ഇനി സാഹചര്യം ഇല്ല, അങ്ങനെ തിരിയില്ലാന്ന് ഇവിടെ വരുന്നത്. പക്ഷെ ദൈവമാതാവ് പടിപടിയായിട്ടാണ് ഈ മകന് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നത്. 2023 ഒരു ഫെബ്രുവരി മാസമാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് ഈ കുടുംബം കടന്നു വന്ന് വൈഫ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കുടുംബം മൊത്തമാണ് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഒരു സ്വർഗീയ ഭവനത്തിൻ്റെ പ്രതീതി ആ കുടുംബത്തിലുണ്ട്. കാരണം പറയുന്നുണ്ട് 4 മണി കഴിയുമ്പോൾ തന്നെ 4:30 ഇവർ കുടുംബം എഴുന്നേൽക്കും, ജപമാല ചൊല്ലും, ധ്യാനിക്കും. തുടർന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവർ ഒന്നിച്ച് ചൊല്ലും. പിന്നെ അവർ ഡെയിലി ബ്രെഡ് കൂടും 5:30 ആകുമ്പോൾ. അങ്ങനെ വലിയൊരു പ്രാർത്ഥനയിൽ നിലനിന്ന് മുന്നേറുന്ന ഒരു കുടുംബം. ഇപ്പം തുടക്കത്തിൽ ദൈവമാതാവ് നമ്മുടെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം, നമ്മുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പ്രദക്ഷിണം തുടങ്ങുന്ന ആ സ്ഥലത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഫാത്തിമ മാതാവാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഫാത്തിമ മാതാവ് സമയ ഘടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് ഈ മകന് പ്രത്യക്ഷയാകുന്നത് സ്വപ്നത്തിൽ. തുടർന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ധൃതിയിൽ ഈ മകൻ്റെ ഭവനത്തിലോട്ട് കടന്നു വരുന്നതും ഈ മകൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ വരാമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞു പോയിട്ട് പിന്നെ വന്നില്ല. ഇതാണ് ആ മകൻ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. തുടർന്ന് കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു ദൈവിക ഇടപെടൽ ഈ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്. അത് ഞാൻ ഈ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ കാരണം 2023
ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ദൈവപിതാവ് കൊടുത്ത പ്രത്യേക വെളിപാടനുസരിച്ച് നമ്മൾ പ്രത്യക്ഷീകരണ ഒരുക്ക പ്രാർത്ഥന 7 ദിവസത്തെ കൃപാസനത്തിൽ ആരംഭിക്കുന്നത്. ദൈവപിതാവ് ആ ഒരു പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വലിയ അംഗീകാരം നൽകി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ സാക്ഷ്യം. 3-ാം ദിവസമാണ് വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ആയപ്പം അച്ഛനെ പിന്നെയും വൈകുന്നേരം സ്വപ്നം കാണുക എന്ന് രാത്രി. അച്ഛൻ തിരിച്ചു വരുന്നു. കുർബാനയ്ക്ക് ഇടുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. വലിയ സന്തോഷത്തിലാണ് വരുന്നത്. വന്ന് എനിക്ക് സൈനസ് ഈ ഉള്ള സ്ഥലത്ത് മൊത്തം ഈ തൈലം പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ ചിരിച്ച് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ഈ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടുകയാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് കുർബാന വസ്ത്രം അണിഞ്ഞ് തൈലം പൂശി പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് പ്രത്യക്ഷീകരണ ഒരുക്ക പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്നുള്ള 3-ാം ദിവസം ആണ് ഈ ഒരു വലിയ അത്ഭുതം നടക്കുന്നത്. വലിയൊരു മാസോട് കൂടിയിട്ടുള്ള ചോരയും ഒരു പിണ്ടമൊക്കെ ആയിട്ടുള്ള മാംസപിണ്ടവുമായിട്ടുള്ള ഒരു വസ്തു മൂക്കിൽ നിന്ന് വരികയും ഈ മകന് സമ്പൂർണ്ണ സൗഖ്യം കിട്ടുകയുമാണ്. 33 വർഷത്തെ ദുരിതമാണ്. അപ്പോൾ ഈ ഒരു ദുരിതം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ നിസ്സാരമായി തോന്നും. പക്ഷേ ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ഈ ഒരു ശുശ്രൂഷയുടെ താഴെ ആ സാക്ഷ്യം പിൻ ചെയ്തിട്ടുണ്ട്. ആ സാക്ഷ്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: രാവിലെ എഴുന്നേറ്റാൽ മുതൽ ഇങ്ങനെ മൂക്കിൽ നിന്ന് റണ്ണിങ് നോസ് ഇങ്ങനെ മൂക്കൊലിപ്പ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഈ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ തുണി വട്ടം ചുറ്റി തലയിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ ആ തുണി മൊത്തം കുതിർന്ന് നാശമായിട്ടിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ പറയുന്നുണ്ട്, ഈ ഒരു രോഗാവസ്ഥ വരുമ്പോൾ AC-യിലിരുന്നാൽ പോലും ഞാൻ വെട്ടി വിയർക്കും. ചൂടുവെള്ളം ഉപയോഗിക്കാതെ എനിക്കൊന്ന് പല്ല് തേക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം രോഗപീഠകയിലൂടെയാണ് ഈ മകൻ കടന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ലക്ഷങ്ങൾ വേണ്ടി വരുമെന്ന് പറഞ്ഞ വലിയൊരു ഓപ്പറേഷനിൽ നിന്നാണ് ദൈവമാതാവ് നടത്തിയ ഒരു ഒറ്റ ഓപ്പറേഷനിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ സ്വപ്ന ദർശനത്തിലൂടെ ലഭിച്ചത് സമ്പൂർണ്ണ സൗഖ്യം മകന് ലഭിക്കുന്നത്. വലിയൊരു സ്ഥിരീകരണ സാക്ഷ്യമാണ് ഈ മകൻ പങ്കുവയ്ക്കുന്നത്. തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ ശ്രവിക്കുന്നത് ഇപ്രകാരമാണ്: ഈ ഒരു ജപ്സിങ്ങിന് മാത്രമല്ല ഈ മരിയൻ ഉടമ്പടിയുടെ വലിയ ഫലങ്ങൾ ലഭിക്കുന്നത്. പ്രഭാഷകൻ 36:8 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ, അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ എന്ന്. തുടർന്ന് വീണ്ടും നമ്മൾ സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്: അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തലമുറകൾ വരെ അവിടുന്ന് ആ ഉടമ്പടിയെ ഓർമ്മിക്കുമെന്ന്. ഈ കുടുംബം ആദ്യം വൈഫ് എടുത്തു ഉടമ്പടി, അതിനുശേഷം ജപ്സിങ് ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടിയുടെ പ്രതിഫലനങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കും അസുഖങ്ങളുണ്ട്. അതിൽ ഇളയ മകന് എപ്പോഴും തൊണ്ടയ്ക്ക് കംപ്ലൈൻ്റാണ്, ടോൺസിലൈറ്റിസിൻ്റെ അസുഖം. മൂത്ത മകനാണെങ്കിൽ മൈഗ്രെയിൻ്റെ വലിയ ശാരീരിക അസ്വസ്ഥതകൾ. ഇത് രണ്ടിൽ നിന്നും ഈ 2 കുഞ്ഞുങ്ങൾക്കും സമ്പൂർണ്ണ സൗഖ്യം കിട്ടും. പിന്നെ പഠിത്തത്തിൽ ഇവർ ഭയങ്കര മിടുക്കന്മാരാകും. കർത്താവ് ആ മക്കളെ പഠിപ്പിച്ച് ഉയർത്തും. വീണ്ടും മരിയ സാന്നിധ്യ അനുഭവം ഇളയ മകന് ലഭിക്കുന്ന കാര്യം കൂടി സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് 5 മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5:30 ആകുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ, അപ്പോൾ ഒരു ഗ്രേ കളർ ആൾ ഇപ്പോൾ പോയതുപോലെ എന്നൊരു സൗണ്ട് ആ വാതിലിൽ കൂടെ ഒറ്റ ദിവസം അത് കണ്ടായിരുന്നു. പിന്നീട് ഈ മകൻ സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അതായത് ദൈവമാതാവ് എൻ്റെ ഭവനത്തിൽ വന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ് ഞങ്ങൾക്ക് അനുദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുഗന്ധ അഭിഷേകത്തിലൂടെ വലിയൊരു നറും നെയ്യ് ചൂടാക്കിയ രീതിയിലുള്ള ആ ഒരു മണം, അതൊരു സെലസ്റ്റിയൽ സ്മെല്ലാന്ന് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ദൈവമാതാവ് ആ ഭവനത്തിൽ എത്തി എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള അടയാളങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ്
ഈ അപ്പൻ പങ്കുവയ്ക്കുന്നത്. വീണ്ടും പറയുന്നുണ്ട്, ജപ്സിംഗ് എന്ന മകൻ പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോൾ ബൈബിള് തുറന്നാലും കർത്താവിനെ ശുശ്രൂഷിക്കുക, ധൂപിക്കുക എന്നുള്ള തിരുവചന ഭാഗമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വചനം എനിക്ക് ലഭിക്കുമായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കും, ഈ 47-ാം വയസ്സിൽ ഞാൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്? പക്ഷേ അത് 2 കുഞ്ഞുങ്ങളെ ദൈവ വിളിക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ബലിപീഠത്തിൽ അൾത്താര ബാലകരായി ദൈവം വിളിച്ചതിൻ്റെ വലിയ സൂചനയായിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അനുദിനം ബലിപീഠത്തിൽ അൾത്താര ബാലകരായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അടിമുടിയാണ് ഒരു കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിച്ച് ഈ മരിയൻ ഉടമ്പടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാക്ഷികളാക്കി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയത്. എന്തുകൊണ്ടാണ് ഈ കുടുംബത്തെ ഈ ഒരു ഒറ്റ വർഷത്തിനുള്ളിൽ ഒരു മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സീലോടുകൂടി ദൈവപിതാവ് സാക്ഷികളാക്കി ഉയർത്തി? അതിൻ്റെ കാരണം ഇവർ കുടുംബമായാണ് ഓരോ ഉടമ്പടി നിബന്ധനകളും അതിൻ്റെ അനുധാരികളും നിവർത്തിക്കുന്നത്. ഇവർ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ 3 കെട്ട് പത്രം നമുക്ക് ഇവിടെ നിന്ന് തരും. ഞങ്ങൾ അത് 3 മാസം കൊണ്ടൊന്നും അല്ല കൊടുത്തു തീർക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ആ കൃപാസനത്തിലെ ദൈവമാതാവിൻ്റെ കയ്യൊപ്പുള്ള പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. ആർക്കെല്ലാം സഹായം ആവശ്യമുണ്ടോ അവരുടെ അടുത്തെല്ലാം, ആവശ്യമുള്ളവർക്കെല്ലാം 5000, 7000 ഒക്കെ ആയിട്ട് ഞങ്ങൾ പല സംഘടനകൾ വഴി ഈശോയുടെ നാമത്തെ പ്രതി ഞങ്ങൾ സഹായിക്കും. ആവശ്യക്കാരന് ഞങ്ങളുടെ എല്ലാ സഹായവും ലഭ്യമാക്കുവാൻ മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. കുംഭസാരം, വിശുദ്ധ കുർബാന, ഇവയിലൊക്കെ ഞങ്ങൾ അനുദിനം സജീവമായിട്ടാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഇടവിട്ട് കുംഭസാരിക്കുന്നുണ്ട്. പ്രകാരം വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ചപ്പോഴാണ് ഈ കുടുംബത്തിൽ ദൈവം സന്ദർശിക്കാൻ, ദൈവമാതാവ് സന്ദർശിക്കുവാൻ, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതനായ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണം നേരിട്ട് കണ്ട ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അടക്കം ആ ഭവനത്തിൽ സന്ദർശനം നടത്തിയത് സ്വപ്ന ദർശനത്തിലൂടെ. ഈ ഒരു മരിയൻ ഉടമ്പടി സാക്ഷ്യം നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പുറപ്പാട് 33:14 തിരുവചനം ഒന്ന് ഓർമ്മിച്ചെടുക്കാം. കാരണം മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നൊരു തിരുവചനമാണ്: ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നുള്ളതാണ് പുറപ്പാട് 33:14 തിരുവചനം. ഈ അമ്മയെ ഭവനത്തിൽ സ്വീകരിച്ച ഒരു കുടുംബത്തിൻ്റെ വലിയ സ്വർഗീയ സാക്ഷ്യമാണ് നമ്മൾ ഈ സമയം വരെ കേട്ടുകൊണ്ടിരുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 33 വർഷത്തെ ദുരിതമാണ് കാലത്തെ ത്വരിപ്പിച്ച് പ്രഭാഷകൻ 36:8 ദൈവം ഈ കുടുംബത്തെ സന്ധിച്ചത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി മേലും വലിയ സമയച്ചുരുക്കത്തിൻ്റെ ദൈവിക ഇടപെടലുണ്ടായി. എത്രയും വേഗം അൾത്താരയിൽ സാക്ഷ്യം പറയാനുള്ള കൃപ, കുടുംബമായി വന്ന് നിന്നെ മഹത്വപ്പെടുത്താനുള്ള വലിയ കൃപ ഈ കുടുംബത്തിന് ലഭിച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ, ഞങ്ങളായിരിക്കുന്ന സമൂഹത്തെ ഈ മരിയൻ ഉടമ്പടി വഴി ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി കൂടുതൽ തീക്ഷ്ണതയോടെ, ദൈവസ്നേഹത്തോടെ, വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറുവാനുമുള്ള അദ്വിക അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇല്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്ട അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി
അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമരയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം.
ഈ 5-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു.
എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.